ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാസബ് ട്രിക്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ സാധാരണ രീതിയിൽ എങ്ങനെ ചിക്കൻ കറി നല്ല ടേസ്റ്റിയായി അടിപൊളിയായിട്ട് വെക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് വെച്ച് നോക്കാം കേട്ടോ. എല്ലാ ആളുകൾക്കും നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കുന്ന തരത്തിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കതിലേക്ക് ഒരു 2-3 സവാള എടുത്ത് അരിഞ്ഞ് ഇതേ രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഇതേ രീതിയിൽ കേട്ടോ, നല്ലോണം വാടി കരിഞ്ഞു പോകുമൊന്നും വേണ്ട, എന്നാലും നന്നായിട്ട് തൊട്ട് കഴിഞ്ഞാൽ അമർന്നു പോകുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി ഈ 4 ഇത്തിരി കുരുമുളക് പൊടിയില്ലെങ്കിൽ കുരുമുളകും പിന്നെ ജീരകം, വലിയ ജീരകം ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ ഒരു നമ്മൾ വാട്ടിയെടുത്ത ഉള്ളിയിലേക്ക് ചേർക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ല നിറം വരുമ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വഴറ്റി നല്ല മിക്സായിട്ട് കിട്ടണം. ഈ നന്നായിട്ട് വഴറ്റിയെടുത്തതൊന്ന് അതിൻ്റെ ആ ജലാംശം പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നീട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ അവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 കിലോ ചിക്കനെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ജലാംശമൊക്കെ പോയ രീതിയിൽ നല്ല വഴറ്റി നല്ല വരണ്ട രീതിയിൽ അല്ലേ, നമുക്ക് ഇളക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് അതിനകത്തേക്ക് എന്തൊക്കെ ചേരുവകളാണ് ഇടേണ്ടതെന്ന് നോക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി, നല്ല ചുമന്ന മുളക് പൊടിയാണ് വേണ്ടത്. ഏതായാലും കുഴപ്പമില്ല, നന്നായിട്ടത് വാടി വരുമ്പോൾ ചുമന്ന നിറം കിട്ടും. അപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കേട്ടോ, അപ്പോൾ കുരുമുളകിൻ്റെ പൊടി, അതുപോലെ ഉപ്പ് 1 ടീസ്പൂൺ. ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് മതിയാകും. കാരണം 1/2 കിലോ ചിക്കൻ കൊണ്ടാണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ചുമന്ന കളറ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മതിയാകും, ഒരു ടേസ്റ്റി വരാൻ വേണ്ടി. 1/2 കിലോ എന്നല്ലേ നമ്മൾ കുറച്ച് വെക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഗരം മസാലപ്പൊടി ഇടാം. എന്നിട്ടത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് വഴറ്റി നല്ല രീതിയിൽ അടി പിടിക്കുകയെന്നൊക്കെ തോന്നുന്നു, നല്ല വരണ്ടെടുക്കുക. അടിയിൽ പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിലാവുമ്പോൾ നല്ല എണ്ണയൊക്കെ കിനിഞ്ഞു വരുന്ന രീതിയിൽ ആയി വരുന്ന സമയത്ത് നമുക്കത് ഒന്ന് പരത്തി വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ പെറുക്കി ഓരോന്നോരോന്ന് കഴുകി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിലെ നമുക്ക് പെറുക്കിയിടാം. ഇങ്ങനെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കനിലേക്ക് മസാല പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ മസാലയ്ക്കകത്ത് ചിക്കൻ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മസാലയൊക്കെ അതിലേക്ക് തേമ്പി പിടിപ്പിച്ച് നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞു എന്ന് ഉറപ്പായാൽ നമുക്കത് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിടാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ അതിലുള്ള വെള്ളം, അതായത് ചിക്കനിലുള്ള വെള്ളവും കൂടെ വന്നിട്ട് ഒരു പരുവായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മറിച്ച് നോക്കുക. ഞാൻ ഒന്നും കൂടെ ഇളക്കിയിട്ട് ആണ് ഇത് ഒന്നുകൂടെ നോക്കിയത്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു 2 കയ്യിൽ വെള്ളം, അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ മസാലയൊക്കെ അതിൽ നന്നായിട്ട് ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കണ്ടോ, ഇതേ രീതിയിലായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്മൾ പൊറോട്ടയിലേക്കോ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിലേക്കോ ഒക്കെ കഴിക്കാൻ പറ്റും. ചോറിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വെറും ചോറിലേക്ക് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട്
കണ്ട. അപ്പോൾ നമ്മൾക്കത് ഇത് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ല ഫ്ലെയിമിലിട്ടിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതൊന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചണിൽ കണ്ടില്ലേ, ഇത് വാടക വീടാണ് കേട്ടോ, എന്നാലും ഞാൻ ഉപയോഗിക്കുന്ന കിച്ചന് ഇതാണ്. അപ്പോൾ കണ്ടില്ലേ, ഗ്യാസൊക്കെ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം കത്തി തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്നും കൂടെ കുറച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് കണ്ടോ, അപ്പോൾ ചിക്കൻ കറി ഏകദേശമൊക്കെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നല്ല തള വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ ചിക്കൻ കറി ഇങ്ങനെ തിളച്ച് വരട്ടെ. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് എല്ലാവരും പോയിട്ട് ഒരു ലൈക്ക് അടിക്കണം കേട്ടോ. അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം. ഒരു കമൻറ്റ് എഴുതുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇവ 4 നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയായി. നമ്മുടെ ചിക്കൻ കറിയുടെ ലാസ്റ്റ് രൂപം നമുക്ക് എങ്ങനെയാവുമെന്ന് നമുക്കൊന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും പോയിട്ടൊന്ന് ലൈക്ക് അടിച്ച് വരൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് വരുമ്പോഴേക്ക് ചിക്കൻ കറി ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. ഒന്നും കൂടെ ഒന്ന് വറ്റി നല്ല ടേസ്റ്റി ആയിട്ട് വരാനുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചിക്കൻ കറിയുടെ രൂപം. പുതിയ റെസിപ്പിയുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. See you.